നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ, ഒപ്പം ഞങ്ങളുണ്ട്. എയർ ഗൈഡ്, ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം. പാസ്പോർട്ട്, എയർ ടിക്കറ്റ്, ടൂർ പാക്കേജ്, ഹജ്ജ് ആൻഡ് ഉംറ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9539 000 666. കേരള മാപ്പിള കലാ അക്കാദമി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ കാരുണ്യഹസ്തം പദ്ധതിക്ക് വാണിമേലിൽ തുടക്കമായി. വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാനാണ് മാപ്പിള കലാ അക്കാദമി പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം ഷാഫി പറമ്പിൽ MP നിർവഹിച്ചു. കാരുണ്യ പ്രവർത്തന മേഖലയിൽ കലാ സാംസ്കാരിക സംഘടനകൾ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വാണിമേൽ ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വ്യാപാര പ്രമുഖനും സ്കൂൾ PTA പ്രസിഡന്റുമായ മജീദ് കുയ്തേരി ഷാഫി പറമ്പിൽ MPക്ക് ആദ്യ സംഭാവന നൽകി. ഞാനത് ഒരു സഹായം ഒരു നാടിന് വേണ്ടി അത് ഏറ്റുവാങ്ങാൻ വന്നതാണ്. അവിടെ നിങ്ങൾ പ്രഖ്യാപിച്ചതിനേക്കാളും വലിയൊരു കാര്യം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിങ്ങൾ കമ്മിറ്റ് ചെയ്തു. അതിന് പരമാവധി പരിശ്രമം നിങ്ങൾ നടത്തുമെന്ന് എനിക്കറിയാം. എന്നാലും അതിന്റെ കൂടെയും ഞാനും കൂടെ കൂടേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ മതി. കാരണം അത് കമ്മിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് മാനസികമായി തയ്യാറാവുക എന്നുള്ളതാണ്. അങ്ങനെ തയ്യാറായാൽ പിന്നെ അതങ്ങ് നടക്കും. അത് എങ്ങനെയാവും എന്താവുന്നൊക്കെ ഒരുപാട് ആലോചിച്ച് തീരുമാനിക്കാൻ നിന്നാൽ ചിലപ്പം നമ്മളൊന്ന് ബാക്കൗട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം നമ്മൾ പ്രഖ്യാപിച്ചു. ആ തീരുമാനം നിങ്ങളുടെ മാത്രമായിട്ട് മാറില്ല. എനിക്കും ആ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാനും ചെയ്യാൻ ഒരുക്കമാണ്. നമുക്കത് എങ്ങനെയെങ്കിലും അത് പൂർത്തിയാക്കി കൊടുക്കണം എന്നുള്ളതാണ്. കലയെ സംബന്ധിച്ചിടത്തോളം കലാകാരൻ എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് നാടിന്റെ പൊതു സ്വത്ത് എന്നുള്ളതാണ്. കലാകാരന്റെ ജാതിയോ മതമോ ഒരു പരിധിവരെ രാഷ്ട്രീയവും അതൊന്നും അവരെ ഇഷ്ടപ്പെടുന്നതിന് നാടിനൊരു തടസ്സമല്ല. അങ്ങനെ തടസ്സമല്ലാതെ പൊതു സ്വത്തായി കണക്കാക്കപ്പെടുന്ന ആളുകൾ സംഘം ചേർന്നു നാടിനൊരു പ്രയാസം വന്നപ്പോൾ അതിൽ പൊതുവായിട്ട് അവരെ താങ്ങി നിർത്താൻ തണലാവാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ മാപ്പിള കലാ അക്കാദമി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ അങ്ങനെ ഒരു പേരിട്ട് അക്കാദമിക്കലായിട്ട് ആ കലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതല്ലാതെ വലിയൊരു സാമ്പത്തിക സ്രോതസ്സിന്റെ ഉറവിടമൊന്നുമല്ല. കലയോടുള്ളൊരു ഇഷ്ടം കൊണ്ട് അല്ലേ അതിങ്ങനെ ചേർത്ത് പിടിച്ച് കലയോടുള്ളൊരു ഇഷ്ടം കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഇടയിൽ ഈ കലാകാരൻ എപ്പോഴും ഈ നാടിന്റെ പൊതുസ്വത്ത് എന്ന് പറയുന്നത് നാട്ടിലുണ്ടാവുന്ന വേദനകൾ അത് ആദ്യം പകർന്നു കിട്ടുന്ന ആളുകളിൽ ഒരാളായിട്ട് അവർ പലപ്പോഴും മാറും. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് അല്ലാരക്കണ്ണനും തന്നാലായെന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ പ്രഖ്യാപനം നിങ്ങൾ നടത്താൻ തീരുമാനിച്ചു. അത് വലിയൊരു തീരുമാനമായി ഇപ്പോൾ അത് മാറി. അത് നടപ്പിലാവുന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് മുന്നോട്ട് പോകാം. ദുരിതബാധിതർക്ക് ഷാഫി പറമ്പിൽ MP പ്രഖ്യാപിച്ച 20 വീടുകളിൽ ഒരു വീട് അക്കാദമിയിലൂടെ നിർമ്മിച്ചു നൽകുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മാപ്പിള കലാ അക്കാദമി ജില്ലാ പ്രസിഡന്റ് MK അഷ്റഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാപ്പിള കലാ അക്കാദമി അദ്ദേഹം നമ്മുടെ ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെ കേരള മാപ്പിള കലാ അക്കാദമി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആ ഒരു വീട് എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ജനറൽ സെക്രട്ടറി അഷ്റഫ് T കൊടുവള്ളി സ്വാഗതം പറഞ്ഞു. വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P സുരയ്യ, ക്രസന്റ് ഹൈസ്കൂൾ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് CK സുബൈർ, ജനറൽ സെക്രട്ടറി NK മൂസ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫാത്തിമ കണ്ടിയിൽ, MK മജീദ്, VK മൂസ, അക്കാദമി ജില്ലാ ഭാരവാഹികളായ സുലൈമാൻ മണ്ണാറത്ത്, CV അഷ്റഫ്, APK ഷമീന, മുഹമ്മദ് മാസ്റ്റർ ഉള്ളിയേരി, അബൂബക്കർ മാസ്റ്റർ പേരാമ്പ്ര, മണ്ടോടി ബഷീർ മാസ്റ്റർ, CK അഷ്റഫ്, മൊയ്നു കൊടുവള്ളി തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് ദിവസങ്ങളോളം നേതൃത്വം നൽകിയ മുഹമ്മദ് മാസ്റ്റർ ഉള്ളിയേരിയെ ഷാഫി പറമ്പിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. വാണിമേൽ ക്രസന്റ് ഹൈസ്കൂൾ ലൈബ്രറി വിപുലീകരണത്തിന് PTA നൽകുന്ന ഫണ്ട് വൈസ് പ്രസിഡന്റ് ജിജിന ഷാഫി പറമ്പിൽ MPക്ക് കൈമാറി. സ്കൂൾ പ്രധാനാധ്യാപകൻ അഷറഫ് മാസ്റ്റർ, റഷീദ് കൊടിയൂറ, TK അനുഷത്ത്, E ഷമീമ, PK അബ്ദുൽ നാസർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ.